ഹായ്. അപ്പോഴേ ഇന്നൊരു പഴംപൊരിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും എന്തൊക്കെ വെറൈറ്റിയിലാണ് അല്ലേ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇന്ന് അങ്ങനെ വേറൊരു രീതിയിൽ ഉണ്ടാക്കിയ ഒരു പഴംപൊരിയാണ്. നമ്മൾ മുൻപൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മൾ അമ്മമാർ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് അതിൽ കൂടുതലായിട്ടുള്ള കാര്യമൊന്നും ചേർക്കാനോ ഒന്നും അറിയില്ലായിരിക്കും. എന്ത് ചെയ്യും, കുറച്ച് മൈദ എടുത്ത് കലക്കി ഇത്തിരി പഞ്ചസാര അങ്ങോട്ടിട്ട് അതങ്ങോട്ട് ഉണ്ടാക്കി തരും. നമ്മളത് രുചിയോടുകൂടി കഴിക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും വേറെ വേറെ രീതിയിൽ ഈ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നമ്മൾ പഠിച്ചു വന്ന് അങ്ങനെ പല രീതിയിലും ഉണ്ടാക്കി നോക്കുന്നത്. അങ്ങനെ ഒരു തട്ടുകടക്കാരൻ പറഞ്ഞു തന്ന ഒരു കൂട്ടാണ് ഈ പഴംപൊരിക്ക് ഞാൻ ഉപയോഗിച്ചത്. ഇതിൽ പഞ്ചസാരക്ക് പകരം ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പഴം നീളത്തിലൊന്നും വെട്ടാതെ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് ഈ ഒരു പഴംപൊരി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ മുൻപൊക്കെ കുറേ പിള്ളേരുള്ള വീട്ടിലൊക്കെ പിന്നെ ഒരു 2 പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഒരു 3-4 ഒരു പഴം കൊണ്ട് ഒരു 3-4 എണ്ണം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പഴംപൊരി ആ ഒരു 2 പഴം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഞാനിത് എല്ലാം അങ്ങനെ എണ്ണയിൽ വറുത്തെടുത്ത് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ കട്ടൻ ചായയും പഴംപൊരിയെല്ലാം ആയിട്ട് പുറത്ത് നല്ല മഴയായിരുന്നു. ആ മഴയത്ത് ഇരുന്ന് ഇത് കഴിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് മഴയൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. താങ്ക് യു.